ഇന്ന് കാലത്ത് ഞങ്ങൾക്ക് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ സിയമോൾക്ക് കറി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേശം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവളത് കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ എല്ലാവരും കഴിക്കുന്നത് കാണുമ്പോൾ അവൾക്കും അത് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കും. രാവിലെ എന്ന് പറയുമ്പോൾ സമയം ഒരു 10:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇപ്പോൾ എണീക്കുന്നത് തന്നെ നേരം വൈകിട്ടാണ്. 8 മണി 8:30 ആയിരിക്കണം ഇന്ന് എണീക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനും നേരം വൈകുന്നുണ്ട്. ആര്യന് ഭക്ഷണം വെച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ എല്ലാവരുടെ ഭക്ഷണം കഴിഞ്ഞാലും അവൻ്റെ കഴിയില്ല കേട്ടോ. അവൻ ആ സമയത്താണ് അവന് സംസാരിക്കാൻ എവിടെ നിന്ന് എത്രമാത്രം വരുന്നതെന്ന് അറിയില്ല. രാവിലെ എണീക്കാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ തിരക്കിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതാ കടല കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് അത് ശരിക്കും വേവായിട്ടുണ്ട്, പക്ഷേ ഞാൻ നന്നായി വേവിക്കാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേക്കും അതിങ്ങനെ ഉടഞ്ഞു പോവും. ഇത് അതുപോലെ ആയിട്ടില്ല. ഇന്നലെ അമ്മയുടെ അടുത്ത് പോയി വരുമ്പോൾ കടയിൽ നിന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എല്ലാ പ്രാവശ്യവും ഒരു ഡപ്പയിൽ ഇങ്ങനെ വെച്ചിട്ട് പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് തരാറ്. പ്രാവശ്യം അത് കുറച്ച് ലൂസായിരുന്നു. അങ്ങനെ അത് വണ്ടിയിലല്ലേ വരുന്നത്, അപ്പോൾ അത് വീണ സമയത്ത് അത് അവിടെ നിന്ന് 2-4 പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി കഴുകി വെക്കുകയാണ്. ഏട്ടനാണ് കേട്ടോ അതൊക്കെ കഴുകി വെക്കലതൊക്കെ ചെയ്തത്. അതിൻ്റെ ശേഷം ഞാനെന്താ എൻ്റെ കുളീൻ്റെ അങ്ങനത്തെ അടിച്ചൊരു തുടയ്ക്കൽ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വന്നിട്ട് കോഴിമുട്ട ഉണ്ടാക്കുകയാണ് കേട്ടോ. ലേറ്റായി എണീക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ലേറ്റായിട്ടാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത്. 2 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട ഉണ്ടാക്കുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കണം. അവർക്ക് പിന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല. അവർക്ക് കളിക്കുക മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അവർക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിൽ പിന്നെ മാങ്ങ ചെത്തി കൊടുക്കുക, പിന്നെ ആ പൊട്ടിയ കോഴിമുട്ടയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കോഴിമുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ചോറ് കഴിക്കാനും പ്രത്യേകിച്ച് വിശപ്പ് കുറവാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നല്ല താല്പര്യവും കഴിക്കാൻ. ചോറാവുമ്പോൾ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. കോഴിമുട്ടയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഞാനിതാ ടേബിളിൽ കൊടുത്തിട്ട് പ്ലേറ്റും ഗ്ലാസ്സും വെള്ളവും കഴിക്കാനുള്ളത് എല്ലാതും എടുത്തിട്ട് മേശയമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിരുന്ന് കഴിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ആര്യനെയും ദേവട്ടിനെയും വിളിച്ചപ്പോൾ അവർ 2 പേരും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കണം. പിന്നെ എന്താ ചോറിനെല്ലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വന്നിട്ട് റൂമിലൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് വെച്ചെങ്കിൽ റൂമിൽ നിറച്ച് തുണിയാണ്. ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം കേട്ടോ കിടക്കാൻ. ഇത് മടക്കി വെക്കാതെ അവിടെ സൈഡിലേക്ക് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിടക്കാനൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് കിടക്കട്ടെ.